അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 51 സങ്കീർത്തനം 9 വാക്യം. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. മനുഷ്യരിൽ നിന്ന് നമുക്ക് തെറ്റുകൾ മറയ്ക്കാം, എന്നാൽ ദൈവത്തിൽ നിന്ന് ഒന്നും മറയ്ക്കാനാവുന്നില്ല. ഇത് മനസ്സിലാക്കുന്ന ദാവീദ് തൻ്റെ കുറ്റത്തെ ന്യായീകരിക്കാതെ ദൈവസന്നിധിയിൽ കുറവുകളെ സമ്മതിക്കുന്നു. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. തൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നോക്കാതെ അകത്തുള്ള മലിനതയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുവാനാണ് ദാവീദ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും തെറ്റുകളും വീഴ്ചകളും പരാജയങ്ങളും ഉണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ പാപങ്ങളെക്കാൾ വലുതാണ്. ദൈവം മായ്ക്കുന്നത് പാപത്തിൻ്റെ രേഖ മാത്രമല്ല, ജീവിതവും പുതുക്കപ്പെടുത്തുകയാണ്. ദൈവം ക്ഷമിക്കുമ്പോൾ പഴയ കുറ്റത്തിൻ്റെ ഭാരത്തിൽ നമ്മെ പിടിച്ച് നിർത്തുന്നില്ല. അവൻ പുതിയ തുടക്കം നൽകുന്നു. പ്രിയരെ, പാപം എത്ര വലുതായാലും ദൈവത്തിൻ്റെ കരുണ അതിലും വലുതാണ്. ഇന്നത്തെ ധ്യാനത്തിലൂടെ നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന എന്തെങ്കിലും പാപ സ്വഭാവം എന്നിലുണ്ടോ? യഥാർത്ഥ മാനസാന്തരത്തോടെ എനിക്ക് അവൻ്റെ മുൻപാകെ വന്ന് അവൻ്റെ ക്ഷമ സ്വീകരിക്കുവാൻ കഴിയുമോ? നമുക്കും ദാവീദിനെ പോലെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. മറച്ചുവെച്ച പാവങ്ങളെ നിൻ്റെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുവാൻ ധൈര്യം തരണമേ. നിൻ്റെ ക്ഷമയും പുതുക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.